ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാളെ ഒരു ദിവസം എഴുതോ പറഞ്ഞായിരുന്നു, ചേച്ചി പ്രൈസം മോനെ ചേച്ചിയുടെ പ്രസൻറ്റിൽ എന്തെങ്കിലും കുക്കിംഗ് ചെയ്യിപ്പിക്കണേന്ന്. അപ്പം ഞാനിന്ന് അത് ഓർത്തതല്ല. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടു ഇവൻ വന്ന് ഇങ്ങനെ മാവിട്ട് കളിക്കും. അപ്പോൾ ഞാൻ അന്നേരം അത് ഓർത്ത്. അപ്പം ഞാൻ അവനെയും കൊണ്ടൊന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞു. ഞാൻ ആദ്യം വേണ്ടാന്ന് പറയാം. അപ്പോൾ ഈ എൽദോ പറഞ്ഞത് ഞാനിങ്ങനെ ഓർത്തുണ്ടേ അവനോട് പറഞ്ഞാൽ ഒഴിക്കാൻ അവനൊഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോടെ. ഇവരുടെയൊക്കെ ചിന്ത ഈസിയാ, മമ്മി അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനെ കറക്കി എടുക്കുമ്പോൾ റെഡി. അപ്പോൾ അവനെയും കൊണ്ട് ഇന്ന് ഒരു ദോശ ഉണ്ടാക്കിച്ച് അതൊക്കെ ഒന്ന് കാണുക, കണ്ടിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തോ ഇല്ലേ സ്കിപ്പ് ചെയ്ത്. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ. അപ്പോൾ ആരൊക്കെ സ്കിപ്പ് ചെയ്തെന്ന് നമുക്കറിയത്തില്ല. ഇഷ്ടപ്പെടാത്ത സ്ഥലം വരുന്നുണ്ടേ ആരാന്നേലും സ്കിപ്പ് ചെയ്യും. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഓക്കെ, രാവിലെ നല്ല കാക്കകളുടെ ശബ്ദം കേട്ടോണേ ഞാൻ ഇച്ചിരി വീഡിയോ പോലെ എടുത്തതാണ്. അപ്പോൾ ഞാനങ്ങ് നെറ്റ് ഇട്ട്. കാരണം ആ 5:30 ആയി കാണും അന്നേരം തുറന്നപ്പോൾ കൊതുക് കയറുന്നു. അതുകൊണ്ട് ഞാനങ്ങ് അടച്ചതാണ്. അപ്പം ഞാൻ ഈ കാണിക്കുന്നതേ, നമ്മൾ മിക്സി കഴുകത്തിൽ ഇന്നാൾ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ആദ്യം ഒഴിച്ചത് എന്തുവാന്ന്. അത് ഞാനിങ്ങനെ നമ്മൾ അരിയെല്ലാം അരച്ചിട്ട് മിക്സിയിൽ കുറച്ച് മാവ് കാണുമല്ലോ, അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി അതൊരു പാത്രത്തിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ അത് നേരം വെളുക്കുമ്പോൾ അതങ്ങനെ നന്നായിട്ട് തെളിവെള്ളം ഊറ്റിക്കളയും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ട് കുറച്ച് മാവുണ്ടായിരുന്നല്ലോ, കണ്ടല്ലോ നിങ്ങൾ, അത് മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇടും. എന്നിട്ട് മിക്സ് ചെയ്ത് ഇഡലി ഉണ്ടാക്കും. ഇഡലിയാണെങ്കിൽ ഇഡലി, ദോശയാണെങ്കിൽ ദോശ. ചിലർ ആ മിക്സി അങ്ങ് കഴുകി എടുക്കാറില്ല, കളയും. പക്ഷേ ഞാൻ അങ്ങനെ കളയുള്ളൂ. ഒന്നും കളയാൻ നമുക്ക് മനസ്സ് തോന്നത്തില്ല. അതുകൊണ്ട് ഞാനത് കഴുകി അതിൻ്റെ വെള്ളം എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ചായ അപ്പുറത്ത് ഞാൻ വെച്ചു, പിന്നെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ റെഡിയായി. ചായയൊക്കെ ഒന്ന് ആറ്റിച്ചെടുക്കട്ടെ. ചായ കുടിച്ചോ? ഇഞ്ചിയൊക്കെ ഇട്ടങ്ങ് ചതച്ച് വെച്ചാൽ ചുമയായിട്ടും പോയിട്ടുണ്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ. കുറവുണ്ടെന്നാലും പിള്ളേർക്കിനി പാൽ കൊടുക്കട്ടെ. തണുക്കാൻ വെച്ചിരുന്ന പാട ആർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമായിരിക്കത്തില്ല. ഇഡലി റെഡിയായി. അപ്പോൾ ഇഡലി ചിലപ്പം ഇത്തിരി ഇളകി വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവിടെ ഒരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. ആ സ്പൂൺ അങ്ങോട്ടൊന്ന് മുക്കും, അപ്പോൾ അതൊന്ന് ഇളകി വരും. അതല്ല എങ്കിൽ ഇഡലിത്തട്ട് നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് പൈപ്പിൻ്റെ അവിടെ ഒന്നി അടിവശത്ത് വെള്ളം ഒഴിക്കാം. അല്ലെങ്കിൽ
മുകളിൽ ഇങ്ങനെ ഇച്ചിരി ഒന്ന് വെള്ളം വിതറി കൊടുക്കാം. എങ്ങനെയാണെങ്കിലും ചെയ്യും. എണ്ണ തേച്ചാൽ ഇളകുകയും വരും. ബൈ ചാൻസ് ഇളകിയില്ലെങ്കിൽ ഞാനിങ്ങനെ പിന്നെ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചേക്കും. എന്നിട്ട് സ്പൂൺ അതിൽ മുക്കും. എല്ലാം അവരുടെ അല്ലായിരുന്നു. ഇവിടെ ബ്രഷ് ചെയ്യും. തീ കുറച്ചേക്കണം. കുറച്ച് എല്ലായിടവും തേക്ക്. അങ്ങനല്ല വിട്. എന്നിട്ട് തീ കുറച്ചിട്ട് വേണം മാവ് ഒഴിക്കാനേ. മാവ് ഇങ്ങോട്ടെടുക്ക്. എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോ. പാത്രം കൈപ്പിടി. ഒരു തവി മാവ് എടുക്കും. ഉതിർടാൻ. തീ കുറയ്ക്കണം മാവ് ഒഴിക്കുമ്പം. ഒഴി. അങ്ങനല്ല, ഇങ്ങനെ ഒഴി. എന്നിട്ട് മാവ് അവിടെ വെക്ക്. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നടുക്കൊഴിക്കണം. ഇങ്ങനെ മിഡിലിൽ ഇങ്ങനെ സൈഡിൽ ഒഴിക്കല്. ഇത്രയും മതി. ഇനിയും തീ ഇച്ചിരി മീഡിയം ഫ്ലെയിമിലാക്കാം. ഇനി മാവ് അവിടെ വെക്ക്. ഇനി കളിക്കേണ്ടതിൽ ഇവിടെ നിൽക്കുക. തിരിച്ചിടുന്നേ അറിയണോ? സൈഡൊക്കെ വേവട്ടെ. നിൽക്കുക ഇപ്പോഴേ തൊടല്. ആദ്യം ഇവിടെ ഡ്രൈ ആയെങ്കിൽ മാത്രം ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒന്ന് നോക്കണം. എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ കൊണ്ടുപോകണം. എല്ലാം ഒന്ന് ഇളക്കണം, എല്ലാ സൈഡും. എന്നിട്ട് ഇതിലേ ഇങ്ങനെ പിടിച്ചിട്ട് പൊളിറ്റിക്ക. വെരി ഗുഡ്. പ്രീസമ്മ ദോശ ഉണ്ടാക്കിയേ. തലയൊന്നും ജീവിയില്ലല്ലേ. തുണി രാവിലെ ഇട്ടിട്ടുണ്ട്. അതങ്ങ് നടക്കട്ടെ. അപ്പം എനിക്ക് ഇന്നലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. എൻ്റെ വീഡിയോ കാണുന്ന ഒരു സ്ഥിരം ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അത് കുറേ നാളുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുക, എന്നോട് ഈ വിഷയം പറയണമെന്ന്. ഞാനിപ്പോൾ ഈ വിഷയം നിങ്ങളോട് പറയാൻ കാര്യം, ഞാൻ ആളിനെ പറയത്തില്ല. കാരണം ഇങ്ങനെ പല വീടുകളിലും ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുകയോ ഇങ്ങനെ ഒരു വിഷയം ചേച്ചിയെടുത്ത് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞോളൂ. ഇപ്പം ആരാ എന്തോന്നൊന്നും നിങ്ങൾ അറിയുന്നില്ലല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പലരുടെയും വീടുകളിലും ഇങ്ങനെ സംഭവം കാണും. അതായത് അതിനൊരു സമാധാനവും സ്വസ്ഥതയില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ 9th പഠിക്കുന്നു, ഒരാൾ 5th പഠിക്കുന്നു. ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും. അപ്പോൾ പറഞ്ഞ ഹസ്ബൻഡ് വലിയ അങ്ങനെ ജോലിയൊന്നുമില്ല. എന്നാലും ഈ പെയിൻറ്റിങ് അങ്ങനെയുള്ള ജോലിയാണ്. അപ്പോൾ എപ്പോഴും കാണത്തുമില്ല. പക്ഷേ അമ്മായിയമ്മയും വീട്ടിലുണ്ട്. ഹസ്ബൻഡിൽ നിന്നൊരു തരത്തിൽ അതിന് ഒരു സ്വസ്ഥത സമാധാനമില്ല. പുള്ളി കിട്ടുന്നത് അങ്ങനെ വീട്ടിലധികം ഒന്നും പൈസ കൊടുക്കത്തില്ല. എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ വരുന്നത് ഈ മദ്യപാനമാണ്. പുള്ളി കുടിച്ചിങ്ങനെ നടക്കും. അതിൻ്റെ കൂടെ പുള്ളിക്കാരൻ്റെ അമ്മയും പ്രശ്നം. എന്നാൽ ആ പുള്ളിക്കാരിയെങ്കിലും പറഞ്ഞ് മോനെ മനസ്സിലാക്കുക. ചില അമ്മമാരുടെ സ്വഭാവമുണ്ട്. മക്കൾ എത്ര തെറ്റ് ചെയ്താലും, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചിലർ മക്കൾ എത്ര തെറ്റ് ചെയ്താലും ആ മക്കളാണെങ്കിൽ അവരെ അമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. ആ കുറ്റവും ആ മരുമോക്കായിരിക്കും. അവളെന്ത് പിഴച്ചു? ഒരു ഭാര്യയ്ക്ക് പറയാം ഭർത്താവിനോട്, അത് കേട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാം മോനെ. ആ അമ്മയും കൂടെ ഈ മോൻ്റെ കുറ്റം നികത്തിയിട്ട് ഭാര്യയെ അടുത്ത് നീ നല്ലതാവണം, നീ സ്വൈര്യം കൊടുക്കുന്നില്ല. ഇപ്പം എനിക്കിപ്പോൾ അറിയത്തില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞതേ എനിക്കറിയത്തുള്ളൂ. ചേച്ചി എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ
അമ്മ എങ്ങനെയുള്ള ഇപ്പം ഈ കൊച്ച് പറഞ്ഞതേ എനിക്കറിയത്തുള്ളൂ. ഇപ്പം അമ്മ അതേ സ്വഭാവമാണെങ്കിൽ കഷ്ടം തന്നെ. ആ അമ്മ എന്നാൽ ഈ മരുമോളൊരു തരത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർ രണ്ടും കൂടെ നിന്നിട്ട് മോനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ മദ്യപിച്ച് പോയോ വീട്ടിൽ ഒരു സ്വസ്ഥ സമാധാനം കാണത്തില്ല. അന്നേരം അവർ തന്നെ നശിക്കുന്നു, അവരുടെ കുടുംബം നശിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ പറ്റത്തില്ല. എന്തു വന്നാലും അത് കേട്ടോണ്ടേ ഒരു വിഷമമായി. ഞാനെന്തു വന്നാലും ആ വിഷയമോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ അങ്ങനാണെങ്കിൽ പുള്ളിക്കാരനൊരു നല്ല ബുദ്ധി ദൈവം കൊടുക്കട്ടെ. മദ്യപാനം നിർത്താതെ ഒരു രക്ഷയില്ല. റീസമോനെ റീച്ചാൻ തലയൊക്കെ റീച്ചാൻ നന്നായിട്ട് തല ചെവി കൊടുക്കും. വേണ്ട ഇവിടെ മൊത്തം ഇടിച്ചിട്ടേക്കുവാ ഞങ്ങളുടെ ഫ്രണ്ടിൽ. അപ്പം ഇന്നലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ തൂത്ത് അവിടെ എല്ലാം കഴുകിയിട്ടിട്ടാണ് പോയത്. ഇവിടെ എല്ലാം ഇടിഞ്ഞതായതുകൊണ്ട് അതെല്ലാം ഇടിച്ചിട്ട് ഇനിയും അവിടെ സിമെൻറ്റ് തേക്കാനാണ്. ബിൽഡിങ്ങിൻ്റെ പണി നടക്കുമല്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ മാറ്റെല്ലാം കഴുകിയിട്ട് ഇന്ന് ഇട്ട് വീണ്ടും ഇത് അറിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് അകത്തിട്ടിട്ടുണ്ട്. അവർ പറഞ്ഞില്ല, മാറ്റെല്ലാം അവിടെ കിടക്കുമായിരുന്നു. മാറ്റിൽ മൊത്തം പൊടി കയറിയായിരുന്നു. അപ്പോൾ ലിഫ്റ്റ് ആരോ സെക്കൻഡ് ഫ്ലോറിൽ ശരിക്കും അടച്ചില്ല. പിന്നെ വാച്ച്മാനോട് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് പിന്നെ അത് ശരിയാക്കിയത്. അല്ലെങ്കിൽ മൊത്തം സ്റ്റെപ്പ് വഴി പോകാനാണെങ്കിൽ മൊത്തം ഇടിച്ച് പൊറിച്ചിട്ടേക്കുമല്ലേ. അപ്പോൾ ഞാനിന്നൊരു മുട്ടക്കറി വെക്കുന്നുണ്ട്. മുട്ടക്കറി വെക്കാൻ മെയിൻ കാര്യം ഇന്നലെ ആണെങ്കിൽ ബ്രെഡ് ഈ മുട്ടക്കാരൻ വന്ന ഉടനെ മുട്ട വാങ്ങിയിരെന്ന് പറഞ്ഞു. ഇവർ 2-3 മാസം കൂടുമ്പോൾ ആൾക്കാരിങ്ങനെ മാറി 3-4 പേരുണ്ട്. അപ്പം ഇപ്പോൾ നേരത്തെ നിന്ന ആളിപ്പം നാട്ടിൽ പോയി. ഉടനെ അടുത്ത ആൾ വന്നു, ഇങ്ങനെ മാറി. അപ്പോൾ പഴയ ആൾ വന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു, ഭാവി മുട്ട വാങ്ങിയിട്ട് 190 ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചത് 220-നാണ്. വലിയ മുട്ടയാണ് വാങ്ങിയിരുന്നത്. അപ്പം ഞാൻ അങ്ങ് നിർബന്ധിക്കുക. അപ്പം ഞാൻ വന്ന് ഫ്രിഡ്ജ് നോക്കിയാണെങ്കിൽ മുട്ട ശരിക്കും ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു മുട്ട ഉണ്ട്, എനിക്ക് വേണ്ട, 2-3 ദിവസം കഴിയട്ടെന്ന്. വലിയ മുട്ടയാണ് 190 ഉള്ളെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചേ ഇനി പഴയ മുട്ടയെക്കാടെ ഇരുന്നിട്ടാണോ ഈ പറയുന്നത്. പക്ഷേ അവിടെ അന്നെന്നുള്ളത് അന്നു തീരും. അപ്പോൾ പോള് പറ, മമ്മി അങ്കിൾ ഇത്രയും ഫോഴ്സ് ചെയ്തേലേ, മമ്മി അങ്ങ് വാങ്ങിയത്. ഞാൻ പറയാം, എടാ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല, പിന്നെ ഞാൻ എന്തോ ചെയ്യും, നമുക്ക് നേരം അവൻ പറഞ്ഞു എന്നാൽ മമ്മി നാളെ മുട്ടക്കറി വെക്കുക, എന്നിട്ട് 2 ദിവസത്തിനകം വാങ്ങിക്കാമെന്ന്. ഞാൻ പുള്ളിയോട് പറഞ്ഞു 2 ദിവസം കഴിയട്ടെ, മുട്ട ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പിട്ടുള്ള പുള്ളിക്കാരുണ്ടല്ലേ, ഈ പ്രൈസിന് ഇവിടെ ഈ ക്രീം ബണ്ണുണ്ടല്ലേ, അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഒരു 9:15-9:30 ആവും എല്ലാ ബിൽഡിങ്ങിലുമൊക്കെ കയറിയിട്ട്. അപ്പോൾ ഒരു 6 പ്രൈസിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു 6-6:30 വരെ അവിടെ ഒരു താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പുള്ളി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഓരോ ബിൽഡിങ്ങുകളിൽ പോകത്തുള്ളൂ. അപ്പോൾ ഈ ക്രീം ബൺ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കിന് തീരും. അപ്പോൾ പുള്ളി പറയും നാളെ ആവട്ടെ. ഞാൻ പറഞ്ഞു ഇന്ന് കഴിക്കേണ്ടിയതിന് നാളെ മതിയോ. ഇപ്പം ഏതെങ്കിലും ഒരു ദിവസം അതുണ്ട് ആർക്കെങ്കിലും. ചിലപ്പം പുള്ളി പറയും ഒരു 2-3 കൊണ്ടുവന്നിട്ട് പറയും, ഞാനേ ബാബു കൊച്ചിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നേ വാങ്ങിക്കാം. ഞാൻ പറയും 3 എണ്ണമൊന്നും വേണ്ട, 2 എണ്ണം കാണാൻ മതിയെന്ന്. ചില സമയത്ത് എങ്ങും ചിലവായില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരും, ഞാൻ കൊച്ചിന് വേണ്ടി വെച്ചാന്നും പറഞ്ഞു. അപ്പോൾ അവൻ ചില ദിവസം ഉണ്ടല്ലേ, അവന് ഈ ഇഷ്ടമല്ലാത്ത കറിയാണെങ്കിൽ അവൻ വന്നിട്ടൊന്നും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ പുള്ളി വരുന്നുണ്ടെങ്കിൽ ഇപ്പം ക്രീം ബണ്ണ് വാങ്ങിക്കും. അങ്ങനെ ഇടയ്ക്ക് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ എന്ത് വന്നാലും അതുകൊണ്ട് ഇന്ന് മുട്ടക്കറി അങ്ങ് വയ്ക്കാമെന്ന് വെച്ച്. എന്നിട്ട് ഞാനൊരു 5-6 മുട്ട ഇട്ട്, എന്നിട്ട് ഇരിപ്പുണ്ട് മുട്ട. 2 ദിവസം കഴിഞ്ഞ് വാങ്ങിക്കാമെന്ന് വെച്ച്. ചിലപ്പോൾ കൊണ്ടുവരുന്ന മുട്ട 220 രൂപയുമാ. വെറും ചെറുതെന്ന് വെച്ചാൽ വെറും ചെറുതാണ്. വെള്ളമുട്ടയാണ്. ഇതിനൊന്നും അങ്ങനെ ഗുണമില്ലല്ലോ. നമ്മുടെ നാടൻ മുട്ടയാണെങ്കിൽ പോട്ടെന്ന് പറയാം, ഇതിനങ്ങനെ വലിയ ഗുണമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ചില സമയത്ത് നല്ല വലുതായിരിക്കും. ഇന്നതാ പുള്ളി പറഞ്ഞത് വലിയ മുട്ടയാണ്. അപ്പം ഞാനിത് കറിയൊന്ന് ഉണ്ടാക്കട്ടെ. ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മുട്ടക്കറിക്കൊക്കെ ഒരു ഇച്ചിരി പഞ്ചസാര ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞോണ്ട്, ഇപ്പോൾ ഇത്രയും ചാറുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞോണ്ടേ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ടേ. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ പിന്നെ പ്രൈസ് കൂശാല. പക്ഷേ ഗ്രേവി മാത്രം കൊടുത്താൽ ആൾക്കൊക്കത്തില്ല, ആൾക്ക് മുട്ടയും കൂടെ വേണം. ഞാൻ കുഞ്ഞു മത്തി അന്നത്തെ
മസാല പുരട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാനിത് നല്ല എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കും. ഇവർക്ക് മുട്ടയും ചപ്പാത്തിയും കൂടെ കൊടുത്തു. അതിനുവേണ്ടി ഞാനൊന്ന് ആ കുഴിയൻ പാത്രത്തിൽ ഒരു ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് ഒന്ന് വറുത്തെടുത്തതാണ്. പിന്നെ ബാക്കി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി വലിയ മത്തി ഉണ്ടായിരുന്നു. അന്നത്തെ നെയ്മത്തി ഞാനൊരു 3-4 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാനായിട്ട്. കാരണം ഈ കുഞ്ഞത് കൊച്ചവൻ കഴിക്കാറേ ഇല്ല. അപ്പം വലുതാകുമ്പം അവന് ഇത്തിരി പീസ് മാംസം അതിലുണ്ടല്ലേ എടുത്ത് കൊടുക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് ഞാൻ വലുത് മാറ്റി വെച്ചേ അവന് വേണ്ടി. അപ്പോൾ ഉച്ചക്കത്തേക്കിന് അത്രയും വറുത്തിട്ട് ബാക്കി മസാല പുരട്ടി രാത്രി വേവിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോരുകറി ഉണ്ടാക്കി, പിന്നെ കാബേജ് തോരനൂടെ ഉണ്ടാക്കുന്നുണ്ടേ. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ രാത്രിയാണേ മീൻ വറക്കാനെന്ന് വെച്ച്, എന്നിട്ട് ചൂടോടെ എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.